ഞാൻ ഒരു 8 മിനിറ്റ് സംവിധായകൻ ശ്രീ ആഷിഖ് അബു നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ആഷിഖ് അബു, രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജി അതിനെ എങ്ങനെ താങ്കൾ കാണുന്നു? അനിവാര്യമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ പ്രമുഖരായി നിന്നുകൊണ്ടിരുന്ന ആളുകൾക്കെതിരെ ഇവിടുത്തെ സ്ത്രീകൾ വലിയ രീതിയിൽ ഗൗരവതരമായിട്ടുള്ള പരാതികൾ ഉന്നയിക്കുന്ന കാലമാണ്. അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുകയും അക്രമങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായത് സംഭവിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ആഷിഖ് അബു, ഞാൻ ഇതിൽ രഞ്ജിത്തിന്റെ ഒരു പ്രതികരണത്തിൽ ഒരു ഭാഗം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുത്തത് മുതൽ ഒരു കൂട്ടം ആളുകൾ വളരെ ബോധപൂർവമായി ആസൂത്രിതമായി അദ്ദേഹത്തിനെതിരെ നീക്കങ്ങൾ നടത്തിയിരുന്നു. അവരുടെ നീക്കങ്ങളുടെ ഫലമാണ് ശ്രീലേഖ മിത്രയുടെ ഈ വെളിപ്പെടുത്തൽ എന്ന് അദ്ദേഹത്തിന്റെ ഒരു പരാമർശമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് ഈ ആരോപണം വെളിപ്പെടുത്തൽ നടത്തിയ ആ സ്ത്രീയെ തന്നെയാണ്, അവർ പറഞ്ഞ ഓരോ വാചകത്തെയാണ് എനിക്ക് വിശ്വസിക്കാൻ താല്പര്യം. ശ്രീ ആഷിഖ് അബു, അമ്മ എന്ന അഭിനേതാക്കളുടെ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന ആളാണ് നടൻ സിദ്ദിഖ്. അദ്ദേഹം അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഞങ്ങളുടെ അംഗങ്ങളുടെ നന്മയ്ക്കും അവരുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് ഈ ഹേമ കമ്മിറ്റിയിലെ എല്ലാ ശുപാർശകളും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത്തരം അനുഭവങ്ങൾ 90% ആളുകൾക്കും ഞങ്ങളുടെ സംഘടനയിൽ ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം വനിതാ സഹപ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ചു. അവരോട് ചോദ്യങ്ങൾ ചോദിച്ചതും ശ്രീ ആഷിഖ് അബു താങ്കൾ കണ്ടു കാണും. ഈ അമ്മ എന്ന സംഘടന ഈ വെളിപ്പെടുത്തലുകളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെ വരുന്ന സാഹചര്യത്തിൽ അമ്മ എന്ന സംഘടനയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടോ ശ്രീ ആഷിഖ് അബു? എനിക്ക് തോന്നുന്നു സംഘടന എന്നുള്ള നിലയ്ക്ക് അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ആ സംഘടനയുടെ ഈ ഫ്യൂഡൽ സ്വഭാവം മാറുകയും അവിടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു സിസ്റ്റം ഒരു നവീകരണത്തിലൂടെ വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതിന്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ അജ്ഞതയാണ് പലപ്പോഴും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്ഥാപിത താല്പര്യങ്ങളാണ് പലപ്പോഴും സംഘടന. ഇപ്പോൾ നമുക്ക് ഇവിടെ വേറെ ഒരുപാട് സംഘടനകളുണ്ടല്ലോ, അവരെല്ലാം മൗനത്തിലായിരുന്നല്ലോ. ഒരു തൊഴിലാളി സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അവരൊക്കെ 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതിനകത്തൊക്കെ. അപ്പോൾ ഇതിന് ഈ മൊത്തത്തിൽ ഈ ഒരു സൈലൻസ് ഉണ്ട്, അത് മാറുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ശുദ്ധീകരണത്തിനുള്ള വഴി തുറക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുമ്പോൾ ഈ അമ്മ എന്ന സംഘടനയിൽ അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിലുള്ള ഈ 15 അംഗ പവർ ഗ്രൂപ്പ് പൊളിഞ്ഞു തുടങ്ങുന്നതിന്റെ ലക്ഷണമായി കൂടി ഇതിനെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു പരാജയം അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അധികാരം കുമിഞ്ഞുകൂടുകയും ചില ആളുകളുടെ അടുത്ത് മാത്രം ഈ പറയുന്ന അധികാരവും സംഘടനാ ശക്തിയുടെ നേതൃത്വവും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണിത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അതിനകത്തൊക്കെ ജനാധിപത്യം കയറി വന്ന് ആളുകൾ അഭിപ്രായം പറഞ്ഞ് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാകുന്ന ഒരു സമയം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാള സിനിമയിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് തന്നെ ഇത് ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും അത്ര എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ ആഷിഖ് അബു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതരമായ പരാമർശങ്ങളിൽ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ഇപ്പോഴും പരാതിക്കാരുണ്ടാകട്ടെ അപ്പോൾ മാത്രം കേസ് എന്നതാണ്. ആ സർക്കാരിന്റെ സമീപനം ഈ പുതിയ സാഹചര്യങ്ങളിൽ, ഈ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുത്തേണ്ടി വരില്ലേ? അതിൽ മാറ്റം സംഭവിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിന്റെ ഈ പറഞ്ഞ സാങ്കേതികത്വം മറികടക്കാനുള്ള വഴികളുണ്ട്. ആ വഴികൾ സർക്കാർ തേടും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരി, ഞാൻ ഇനി പുതുതായി വന്നൊരു വാർത്ത കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സിദ്ദിഖിനെതിരെ പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ, പോക്സോ കേസ് ചുമത്തണം എന്ന ആവശ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും അല്ലേ ശ്രീ ആഷിഖ് അബു? കാലഘട്ടം ആവശ്യപ്പെടുന്ന സങ്കീർണത ഈ കാര്യത്തിലുണ്ടാവും. ഉറപ്പായിട്ടും അത് കാലഘട്ടത്തിന്റെ സങ്കീർണതയാണ്. ഈ കാലത്ത് ഇത്തരം കാര്യങ്ങൾക്ക്, ഈ മാടമ്പിത്തരത്തിന്, ഈ അക്രമങ്ങൾക്ക് ഇനി സ്ഥാനമില്ല എന്നുള്ളതിന്റെ ഈ കാലഘട്ടവും സമൂഹവും കൊടുക്കുന്ന ശിക്ഷയാണത്. അത് കൂടുതൽ ഗൗരവത്തിൽ ഇനി മുന്നോട്ട് പോകും. ഇവിടെ ഒരു നവീകരണ പ്രക്രിയയുടെ തുടക്കം തന്നെ കുറിച്ചിട്ടുണ്ട്. അത് കൂടുതൽ ഗൗരവത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ശ്രീ ആഷിഖ് അബു, ഈ ശ്രീലേഖ മിത്ര, അതായത് ഈ ബംഗാളി നടി രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച അവർ ഇതിന് ശേഷം പറഞ്ഞത്, ഞാൻ ആരെയും അങ്ങനെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അദ്ദേഹം ഒരു ക്രിമിനലാണ് എന്ന അഭിപ്രായം എനിക്കില്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങളായിരിക്കാം, എനിക്കത് വളരെ ഡിസ്കംഫർട്ടബിളായി തോന്നി, അതുകൊണ്ട് ഞാനിത് സമൂഹം അറിയട്ടെ എന്ന് കരുതി പ്രതികരിച്ചതാണ് എന്നാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ മാടമ്പിത്തരത്തെക്കുറിച്ചും പുരുഷാധിപത്യത്തെക്കുറിച്ചുമൊക്കെ, അതിനേറ്റ തിരിച്ചടിയാണോ രഞ്ജിത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആ കൾച്ചറിനേറ്റ, ആ വർക്ക് കൾച്ചറിനേറ്റ വൻ പ്രഹരമാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള ആ, ആ, എന്താ കീഴ്വഴക്കങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പവർ അക്യൂമുലേഷനോ ഇനി സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ പവർ നെക്സസിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ദൈനംദിനം നമുക്ക് മനസ്സിലാവുന്നത്. ശ്രീ ആഷിഖ് അബു, താങ്കൾ പറഞ്ഞത് എന്ന് ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുകയാണ്. തെറ്റുണ്ടെങ്കിൽ താങ്കൾ തിരുത്തണം. ഈ അമ്മ എന്ന ഓ, സംഘടനയിൽ ഒരു ജനാധിപത്യ സ്വഭാവമില്ല, ഒട്ടും തന്നെ ഡെമോക്രാറ്റിക് അല്ല അത് എന്ന് ഒരു വിമർശനം താങ്കൾ നേരത്തെ ഉന്നയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്നത്. അതെ. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ സംഭവ വികാസങ്ങൾ അമ്മ പോലെയുള്ള സംഘടനകളെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാൻ സഹായകരമാകുമോ? ആകുമെങ്കിൽ എങ്ങനെ? ഈ പവർ ഗ്രൂപ്പിലേക്ക് അംഗങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ, അവരൊക്കെ തന്നെയാണല്ലോ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നത്. അതിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ജഗദീഷ് ഏട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം ഈ സംഘടനയിൽ എല്ലാവരും ഇത്ര വിവരമില്ലാത്ത ആൾക്കാരല്ല. അതിനകത്ത് വിവരമുള്ള ആളുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ കൃത്യമായിട്ട് ഇതിനകത്തൊരു ഒരു ഒരു പൊസിഷനിലേക്ക് എത്താനോ അല്ലെങ്കിൽ അവരുടെ കുറച്ച് രാഷ്ട്രീയ അവബോധമുള്ള ആളുകൾക്ക് നേതൃത്വത്തിലേക്ക് വരാനോ കഴിയാത്തത് ഈ സംഘടനയുടെയൊക്കെ ഫ്യൂഡൽ സ്ട്രക്ചറാണ്. അവിടെ ജനാധിപത്യം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് എന്റെ 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 പ്രതീക്ഷ. അത് എല്ലാ സംഘടനകളിലും ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ അല്ലെങ്കിൽ ഫെഫ്ക തുടങ്ങിയ സിനിമാ സംബന്ധിയായി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളിലും ഈ പ്രശ്നമുണ്ട്. അതായത് സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ പറ്റാത്ത ആളുകൾ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരുപാട് വലിയ തൊഴിലാളി സംഘടന, അത് ആ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നിലനിൽക്കുമ്പോഴും ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ സംഘടനകൾ മൗനത്തിലാവുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാവരും സംസാരിച്ചേനെ. ശ്രീ ആഷിഖ് അബു, ഈ നിയമ നടപടികൾ വേണമെന്ന ആവശ്യം അത് വളരെ ലൗഡായി ഉന്നയിക്കുന്നതിൽ എന്താണ് WCCക്ക് മടി എന്ന് ഞാൻ ആ സംഘടനയെ പ്രതിനിധീകരിക്കുന്നവരോട് ചോദിച്ചപ്പോൾ അവർ പരസ്യമായും, അതായത് ഓൺ എയറിലും അല്ലാതെ ഓഫ് റെക്കോർഡിലും എന്നോട് പറഞ്ഞത് ഈ സംഘടന ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, ഇനി ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, നടപടി ഉണ്ടാകുമെന്നൊന്നും ഞങ്ങൾ കരുതുന്നു പോലുമില്ല എന്നാണ്. WCCയുടെ അവതാര ഉദ്ദേശം പൂർത്തിയായി കഴിഞ്ഞു എന്ന് ശ്രീ ആഷിഖ് അബുവിന് അഭിപ്രായമുണ്ടോ? WCCയുടെ രൂപീകരണം തന്നെ ഒരു വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയെ തുടർന്ന് അരക്ഷിതരായി പേടിച്ചു വിറച്ച സ്ത്രീകൾ കേരള സമൂഹത്തോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി രൂപീകരിച്ചൊരു സംഘടനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായിട്ട്. അവരുടെ ഉദ്യമത്തിൽ വിജയിച്ചു എന്ന് തന്നെയാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. അതില് പ്രവർത്തിച്ച, അതിനുവേണ്ടി ഒരുപാട് അസഭ്യം കേട്ട, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സ്ത്രീകളെ സല്യൂട്ട് ചെയ്യുകയാണ്. ആഹ് അവര് ഇനി അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ഇവിടെ ചെയ്യാനുണ്ട്. ഈ അമ്മ എന്ന സംഘടന നേരിടുന്ന പ്രധാനപ്പെട്ട വിമർശനം അവരുടെ ഒരു സോഷ്യൽ അക്കൗണ്ടബിലിറ്റി അവർക്കില്ല എന്ന നിലയ്ക്കാണ്. അതായത് അവർ ഒന്നും ആ കാര്യങ്ങളിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിനോട് അവർ പ്രതിബദ്ധത കാണിക്കേണ്ടതില്ല, കടപ്പെട്ടവരാകേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് അതിൻ്റെ മുഴുവൻ ഘടനയും അതിൻ്റെ പ്രവർത്തനവും എന്നതാണ്. അതിൽ മാറ്റം വരുത്താൻ സർക്കാർ ഇടപെടണോ അതോ അമ്മ തന്നെ തിരുത്തണോ? തീർച്ചയായിട്ടും ഇത് സർക്കാർ ഇടപെട്ട് ഒരു സംഘടനയ്ക്കുള്ളിൽ ജനാധിപത്യം കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് പ്രായോഗികമായിരിക്കില്ല. അത് ഈ സംഘടനകളിൽ തന്നെ സ്വയം നവീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഭിപ്രായങ്ങൾ ഒരാളുകൾക്ക് ഇപ്പൊ എല്ലാവരും മിണ്ടാതിരിക്കാൻ താല്പര്യമുള്ള ആളുകളല്ലല്ലോ. അപ്പോ സാമ്പ്രദായികമായിട്ട് സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഇപ്പോഴും വിട്ടുപോകാത്ത ഫ്യൂഡൽ ജീർണതയുണ്ട് ഈ സിസ്റ്റത്തിന് മൊത്തം. അപ്പോൾ അത് പതിയെ പതിയെ ഇപ്പൊ ഇനി മാറി വരും. അതായത് സമ്പത്തുള്ളവനും സമ്പത്ത് കൊണ്ടുവരുന്നവനും മാത്രം തമ്പ്രാക്കന്മാരായിരിക്കുന്ന ആ സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് സംഘടനകൾക്കൊക്കെ ഒരു ജനാധിപത്യ സ്വഭാവവും ഇത്തരം ഈ ജനങ്ങളോടൊരു പ്രതിബദ്ധത ഇല്ല എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ സംഘടനകളും ജനങ്ങളോട് സംസാരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല, ഞങ്ങളിത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് അതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് പറയാതിരിക്കുക. സിനിമ കുടുംബം, സിനിമ തറവാട് എന്നൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്ത് വീണ്ടും അത്തരം ഫ്യൂഡൽ ചിഹ്നങ്ങളൊക്കെ ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് നമ്മൾ തറവാട്ടുകാരാണ്, ഞങ്ങൾ തറവാടികളാണെന്നൊക്കെ വീണ്ടും പറയുന്ന പോലത്തെ സെറ്റപ്പാണ് ഇവിടെ. പക്ഷെ അത് മാറും.
വളരെയധികം നന്ദി. ശ്രീ ആഷിഖ് അബു സംവിധായകനാണ് നമ്മളോട് പ്രതികരിച്ചത്. ഫ്യൂഡൽ സംവിധാനം, ഫ്യൂഡൽ രീതികൾ ഇത്തരം സംഘടനകളിൽ നിന്ന് മാറേണ്ടതാണ്. അത്തരം ഫ്യൂഡൽ സംവിധാനം മാറുന്നതിൻ്റെ സൂചനയായി ലക്ഷണങ്ങളായി ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നടപടികളൊക്കെ കാണാം എന്ന അഭിപ്രായമാണ് ഈ വിഷയത്തിൽ ശ്രീ ആഷിഖ് അബുവിനുള്ളത്. അദ്ദേഹം നമ്മളോട് ടെലിഫോണിൽ പ്രതികരിക്കുകയായിരുന്നു.